ഇവർ വിവാഹിതരായി ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭൂമിജ അംബികയെ കാണാൻ വരികയാണ്. അപ്പം അംബിക പറയുന്നുണ്ട്, മോളങ്ങ് ക്ഷീണിച്ചു പോയല്ലേ, എങ്ങനെ സന്തോഷമായിട്ട് തുള്ളിച്ചാടി നടന്ന പെങ്കൊച്ച, നിനക്ക് എന്ത് പറ്റി എന്ന് പറയാണ്. നീ അങ്ങ് ആകപ്പാടെ കോലം കെട്ടു പോയല്ലോ എന്ന് പറയാണ്. അപ്പം ഭൂമി ഭയങ്കര കരഞ്ഞിട്ട് പറയാണ്, അത് ഞാൻ പഴയതുപോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ടാവാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ മാറ്റം വരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാണ്. മോക്ക് സുഖമാണോ എന്നൊക്കെ അംബിക തിരക്കുന്നുണ്ട്. ലക്ഷ്മി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്. കോഫി ഹൗസൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. ഈ സമയത്തും രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി നിനക്ക് വന്ന് കൂട്ട് എന്ന് ചോദിക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പം അച്ഛനുണ്ടല്ലോ അവിടെ കൂട്ട്, അച്ഛൻ മതി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അംബിക ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. അച്ഛൻ എപ്പോഴും മോടെ കൂടെ തന്നെ ഉണ്ട്, മോള് വിഷമിക്കേണ്ട, എന്തിനും മോടെ കൂടെ തന്നെ ഉണ്ടെന്ന് അംബിക പറയുന്നുണ്ട്. അമ്മയുടെ കാര്യം ഓർത്ത് മോള് സങ്കടപ്പെടേണ്ട എന്നൊക്കെ അംബിക പറയുന്നുണ്ട്. പിന്നെ അച്ചുവേട്ടൻ മോളുടെ അടുത്ത് ഒരു രഹസ്യം പറയണമെന്ന് വിചാരിച്ചായിരുന്നു. അച്ചുവേട്ടൻ്റെ മനസ്സിൽ ഒരു രഹസ്യം ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ഉടനെ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താണെന്ന് ചോദിക്കുകയാണ്. അത് പറയാൻ സമയമില്ല, പറയാൻ സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് പോലീസ് സമയം കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് അംബികയെ അങ്ങ് കൊണ്ടുപോകാൻ ഒരുങ്ങിയാണ്. അപ്പം ഒന്നും മനസ്സിലാകാതെ ഭൂമി ഇങ്ങനെ അംബികയെ തന്നെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അംബികയും ഭയങ്കര സങ്കടത്തോടെ പോവുകയാണ്. അപ്പം ഭൂമി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എങ്ങനെ ആയാലും എൻ്റെ അമ്മയെ പുറത്തിറക്കണം, ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, അവരെ പുറത്ത് കൊണ്ടുവരണം. എൻ്റെ അമ്മ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അച്ഛനെ ഒരിക്കലും അമ്മ കൊല്ലത്തില്ല. അമ്മയെ പ്രതിയാക്കാൻ മനഃപൂർവ്വം ആ കൊലയാളി തെളിവുകളൊക്കെ ഉണ്ടാക്കിയെടുത്തയാന്നൊക്കെ ഇങ്ങനെ ഭൂമി വിചാരിക്കാൻ. ഇപ്പം അങ്ങനെ സങ്കടത്തോടെ ഭൂമി വീട്ടിലേക്ക് പോവുകയാണ്. സമയത്ത് സൗഭാഗ്യപുരത്ത് എല്ലാവരും നല്ല വിഷമത്തിലാണ്. ഭവാനിയും അഞ്ജനയും എങ്ങോട്ട് പോയി? അപ്പം മുത്തശ്ശി ഭയങ്കര സങ്കടത്തോടെ കരച്ചിലാണ്. അതെൻ്റെ ഇളയ മോൻ്റെ ഭാര്യയും കുഞ്ഞുമാണ്, അവളെയും കൊണ്ട് എങ്ങോട്ട് പോകാനാണ് ഭവാനി? എന്തായാലും ഈ പരിപാടി ചെയ്യണ്ടായിരുന്നു. ഭയങ്കര സങ്കടത്തോടെ പറയാണ്. അപ്പോൾ സംഗീത പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതെ, അമ്മയ്ക്ക് വീണ്ടും പ്രഷർ കൂടും, അമ്മ കരയാതെ, നമുക്ക് എവിടെ നിന്നായാലും കണ്ടുപിടിക്കാം. അപ്പോൾ മാധവനും പറയുന്നുണ്ട്, അമ്മ സങ്കടപ്പെടാതെ, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യടുത്തും പറയുന്നുണ്ട്, സത്യദാസേ എങ്ങനെയായാലും അവരെ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അജയടുത്ത് അവൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ആയാലും ഭവാനിയെ മോളെയും കണ്ടെത്തി ഇവിടെ കൊണ്ടുവരണം എന്ന് പറയാണ്. അവർക്ക് ആരും ഇല്ലാത്തവരല്ല, അതുപോലെ ഇവിടെ അവകാശവും അവർക്ക് മോക്കും ഉണ്ട് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ സത്യദാസ് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതെ, അമ്മ അസുഖമൊന്നും വരുത്തല്ലേ, എങ്ങനായാലും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഭൂമിയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പം ഈ സമയത്ത് സത്യദാസ് അജയെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ ഭയങ്കര സങ്കടത്തിലാണ്, ഭവാനിയും അഞ്ജനയും എങ്ങോട്ടോ പോയിട്ടുണ്ട്, അപ്പം നീ നിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചായാലും എങ്ങനായാലും അവരെ കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യാം അമ്മാവ, എന്തായാലും അവർ ദൂരോട്ടം കൊണ്ടും മാറി നിൽക്കാൻ സമയമായിട്ടില്ല, അവർ അടുത്തെവിടെയെങ്കിലും കാണും, കണ്ടെത്താം എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സത്യദാസിനോട് സംസാരിച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഭൂമി വരുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ അടുത്ത് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് സാർ ഞാൻ വന്നത്. അന്ന് അച്ഛനെ കൊന്നത് അമ്മയല്ലെന്ന് എല്ലാവർക്കും അറിയാം, സാറിനും അറിയാം. പക്ഷേ സാറ് എൻ്റെ അമ്മയെ തന്നെ കുറ്റവാളിയാക്കാൻ നോക്കുകയാണ്. അതിന് സാറ് കൂട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥ കൊലപാതകി എൻ്റെ അമ്മയെ കുറ്റക്കാരിയാക്കി രക്ഷപ്പെടുകയാണ്. അത് ഒരു സ്ത്രീയാണ് യഥാർത്ഥ കൊലപാതകി, അത് എനിക്ക് ഉറപ്പാണ്, അത് ഞാൻ കണ്ടെത്തിയ സത്യമാണെന്ന്. അന്ന് ഞാൻ കണ്ടതാണ്, എൻ്റെ അച്ഛനെ കൊന്ന കൊലപാതകയെ ഞാൻ കണ്ടതാണ്. അങ്ങനൊരു കർമ്മം എൻ്റെ അമ്മ ചെയ്യത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം, സാറിനും അറിയാം. പക്ഷേ സാറും കൂടെ ആ കൊലപാതകയ്ക്ക് കൂട്ടി നിൽക്കുകയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താണ് താൻ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ എൻ്റെ അമ്മ കുറ്റക്കാരിയല്ലെന്ന് സാറിൻ്റെ മനസാക്ഷിക്ക് അറിയാം, പക്ഷേ വേറെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സാറിനറിയാം. അവരെ കണ്ടുപിടിക്കാതെ, ഈ കേസിൻ്റെ സത്യം പുറത്ത് കൊണ്ടുവരാതെ സാറ് കണ്ണടച്ചിരുട്ടാക്കുകയാണ്. സാറിന് ബന്ധപ്പെട്ട് സാറിന് താല്പര്യമുള്ള ആരോ ആണ് ഇതിൻ്റെ പിന്നിൽ, അതുറപ്പാണ്. അതുകൊണ്ടാണ് സാറ് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് ഭൂമി പറയുകയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അജയ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം ഒന്നും സംസാരിക്കാതെ, എന്നോട് കൂടുതൽ സംസാരിച്ചാൽ ഇവിടുന്ന് ഇറങ്ങിപ്പൊക്കോണം എന്നും പറഞ്ഞ് ചൂടാവുകയാണ്. അപ്പം ഭൂമി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ സാർ, അതുകൊണ്ടല്ലേ ഈ കേസിന് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കാതെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താത്തത്, അത് സാറിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. ഈ സമയത്ത് അജയ് ദേഷ്യപ്പെട്ട് എണീച്ച് വന്ന് ഭൂമിയെ കൈ പിടിച്ച് അങ്ങ് പുറത്തേക്ക്, പോലീസ് സ്റ്റേഷൻ പുറത്തേക്ക് തള്ളുകയാണ്. അപ്പം ഈ സമയത്താണ് അജയുടെ കൂട്ടുകാരൻ വരുന്നത്, വക്കീൽ വരുന്നത്. അപ്പം ഭൂമി പുറത്തേക്ക് തള്ളുമ്പോൾ ഭൂമിയെ പിടിക്കുന്നത് അജയുടെ കൂട്ടുകാരൻ വക്കീലാണ്. അപ്പം എന്താ അജയ് എന്ന് ചോദിക്കുകയാണ്. എന്താടാ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം അജയ് പറയാണ്,
പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ യൂണിഫോമിനെ അപമാനിച്ച് സംസാരിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. ഇനി ആരാണെന്നെങ്കിലും പറഞ്ഞിട്ട് ദേഷ്യം അങ്ങ് പോവുകയാണ് അജയ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നത് എന്താ ഭൂമി എന്ന് ചോദിക്കുകയാണ്. അല്ല സാറിനോട് ഞാൻ പറഞ്ഞത് ഈ കേസിൻ്റെ യഥാർത്ഥ പ്രതിയെ ഇതുവരെ സാറ് പുറത്ത് കൊണ്ടുവന്നില്ല, അതിന് സാറും കൂടെ കൂട്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞു എന്ന് ഭൂമിയാണെങ്കിൽ വക്കീലിനോട് പറയുകയാണ്.